പിന്നെ ബീവി ഒന്നും നോക്കിയില്ല. ചീ മാറി നിൽക്കടാ തെമ്മാടി എന്ന് ആക്രോശിച്ചുകൊണ്ട് സകല ശക്തിയും എടുത്തിട്ട് കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പിടുത്തം ഒന്നുകൂടി ശക്തി കൂട്ടി. ആ ദുഷ്ടൻ്റെ ഇരുമ്പ് ദണ്ട് പോലെയുള്ള കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബീവിക്ക് കഴിഞ്ഞില്ല. ആ സമയത്താണ് 4 പേരടങ്ങുന്ന രാജസേവകന്മാർ അങ്ങോട്ട് കയറി വന്നത്. അതിൽ ഒരാൾ ചോദിച്ചു, എന്ത് ഭർത്താവ് ഹജ്ജിന് പോയ തക്കം നോക്കി റാണിക്ക് അവിഹിതമോ? ഇത് ഒരിക്കലും ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. ആ സുറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്. നമസ്കാരത്തിന് വേണ്ടി ഉളൂഹ് എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പുറകിലൂടെ വന്ന് എന്നെ ബലിഷ്ഠമായി വരിഞ്ഞു മുറുക്കിയ നീചനാണ് സെയ്ദ്. ആ സമയത്ത് ആ ദുഷ്ടനായ സെയ്ദ് പറഞ്ഞു, റാണി ഈ പറയുന്നത് കളവാണ്. അവർ എന്നെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്.